വസ്തുത നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, പഠിക്കുക. അപ്പൊ എന്താണ് ഇബാദത്ത്, അതെങ്ങനെ നിർവഹിക്കണം, അതിന്റെ കൈഫിയത്ത് അള്ളയാണ് പഠിപ്പിക്കുന്നത്. അതാണ് റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. പടച്ചവനെ, ആരാധനകളുടെ ക്രമങ്ങളും രൂപങ്ങളും നീ കാണിച്ചു തരണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്. സ്വന്തമായിട്ടൊരു രീതി ഉണ്ടാക്കുകയല്ല. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കുക, ഏറ്റവും പ്രധാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് എന്താ? നിസ്കാരമാണ്. എനിക്ക് കേട്ടോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇത് ഞാൻ ചരിത്രത്തിലെ സംഭവം ഹദീസ് പറഞ്ഞ ആയത്ത് കേട്ടോളൂ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൂരി സീനാ പർവ്വതത്തിൽ വിളിച്ചു വരുത്തിയല്ല. എന്നിട്ട് അവിടെ പറഞ്ഞു, ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദിനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. കണ്ടോ, അതാണ് തെളിവ്. നമുക്ക് തെളിവ് എന്താണ്? പ്രമാണമാണ്, വായാടിത്തമല്ല. നമുക്ക് തെളിവ് പ്രമാണമാണ്. ലാ ഇലാഹ, നോക്കൂ, ഇന്നനി അനല്ലാഹ്, മൂസാ ഞാനാണ് അല്ലാഹ്, ഞാനാണ് നിന്റെ റബ്ബ്. ലാ ഇലാഹ ഇല്ല, ഞാനല്ലാതെ ഒരു ആരാധനക്കർഹനില്ല മൂസ. എന്നിട്ട് അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്റെ ഓർമ്മ നിലനിർത്താൻ മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മുഅ്മിൻ രണ്ടാമതായി ചെയ്യേണ്ടത് നിസ്കാരമാണ് മൂസ. കണ്ടോ ഓർഡർ, കണ്ടോ അള്ളാന്റെ ഓർഡർ കണ്ടോ? എന്തുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിന് ഇത് മനസ്സിലാത്തത്? ഖുർആൻ വായിക്കാത്തത് കൊണ്ട്, വിശുദ്ധ ഖുർആൻ പഠിക്കാത്തത് കൊണ്ട്, വിശുദ്ധ ഖുർആനിൽ നിന്ന് ദീൻ പഠിക്കാത്തത് കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമായ റസൂലുള്ളാഹിയിൽ നിന്ന് മതം പഠിക്കാത്തത് കൊണ്ട്. ഈ ആയത്തിന് വേറെന്ത് വ്യാഖ്യാനം നൽകുക, വേറെന്ത് നിർദ്ദേശമാണ് നൽകുക? നേർക്ക് നേരെ നിങ്ങൾ ചിന്തിക്കും. ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 14-ാമത്തെ വചനം, ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദിനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. മൂസ, ഞാനാണ് നിന്റെ റബ്ബ്, നീ എന്നെ ആരാധിക്കണം മൂസ. പിന്നെ എന്റെ ഓർമ്മ നിലനിർത്താൻ നീ നമസ്കാരം നിലനിർത്തണം. അപ്പൊ നിസ്കാരത്തിലെ പൂർണ്ണമായ സ്മരണ അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് നമസ്കാരത്തിൽ നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ സുജൂദിലേക്ക് തന്നെ നോക്കി നിൽക്കണം. നിസ്കാരത്തിൽ കൈകെട്ടി സുജൂദിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്ന അത്രയും സമയം അല്ലാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അള്ളാഹു അയാളുടെ മുഖത്തേക്ക് അള്ളാഹുവിന്റെ മുഖം തിരിച്ചു വെക്കുന്ന. സുജൂദിലേക്ക് ഒരാള് മുഖം തിരിച്ചു വെച്ച് ആ സുജൂദിൽ നനക്കാതെ, അങ്ങുമിങ്ങും പോവാതെ, അപ്പുറവും ഇപ്പുറവും നോക്കാതെ, ഇരുവശങ്ങളിലേക്കും ശ്രദ്ധിക്കാതെ നേർക്ക് നേരെ സുജൂദിലേക്ക് വെക്കുന്നവന്റെ നേരെ അള്ളാഹു മുഖം. എപ്പോൾ അവൻ മുഖമെടുത്തു കളയുന്നു അപ്പോൾ അള്ളാഹു മുഖം. അള്ളാഹുവിന്റെ തിരുനോട്ടവും അള്ളാഹു ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉന്നതമായി മറ്റെന്തുണ്ട് പ്രിയപ്പെട്ടവരെ? ആ അള്ളാഹുവിന്റെ നോട്ടം സുജൂദിലേക്ക് നോക്കുന്നവർക്കുള്ളതാണ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നിസ്കാരം ഒരിക്കൽ പോലും ഉപേക്ഷ വരുത്താൻ പാടില്ലാത്ത ഒരു ഇബാദത്ത്. പ്രവാചകന്മാരോടെല്ലാം അള്ളാഹു കൽപ്പിച്ച ഇബാദത്ത്. ആണിനോടും പെണ്ണിനോടും ജമാഅത്തായി നമസ്കരിക്കാൻ അല്ലാഹു ഖുർആനിലൂടെ കൽപ്പിച്ചു, ഹദീസിലല്ല, വിശുദ്ധ ഖുർആനിലൂടെ. ജമാഅത്തായി, ഒറ്റക്കല്ല, സംഘമായി നിസ്കരിക്കാൻ, ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ആണിനോടും പെണ്ണിനോടും അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെയുണ്ടോ? ആണുങ്ങൾക്ക് മാത്രല്ലേ പള്ളിയിൽ ജമാഅത്ത്, സ്ത്രീകൾക്ക് എന്ത് ജമാഅത്ത്? എന്നാ കേട്ടോ, ഖുർആൻ വായിച്ചോ, പഠിച്ചോ, മനസ്സിലാക്കിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 അധ്യായങ്ങളിൽ അത്ഭുതം എന്താണെന്നറിയോ? സൂറത്ത് ബഖറയിലെ 2-ാം അധ്യായം 43-ൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഒരു ജനറൽ ആയിട്ടൊരു പ്രഖ്യാപനം. സ്വാഭാവികമായും ആളുകൾക്ക് അതിൽ സ്ത്രീ പെടൂല, സ്ത്രീനെ ഒന്നും അല്ലാഹു പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അഥവാ ആരെങ്കിലും വാദിച്ചാലോ, തൊട്ടപ്പുറത്തെ അധ്യായം 3-ാം അധ്യായം അതേ സൂക്തം 43-ൽ അല്ലാഹു പറഞ്ഞു പെണ്ണിനും അത് ബാധകമാണ്. അത്ഭുതം, ആശ്ചര്യമാണ്. കേട്ടോളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വഅഖീമുസ് സ്വലാത്ത വആത്തുസ് സകാത്ത വർഖഉ മഅർ റാഖീൻ. സൂറത്ത് ബഖറയിലെ 43-ാമത്തെ വചന. എന്താ അത്? നിങ്ങൾ നമസ്കാരം നിലനിർത്തുവീൻ, അതുപോലെ തന്നെ നിങ്ങൾ സകാത്ത് കൊടുക്കുകയും ചെയ്യുവീൻ. ഇൻഷാ അല്ലാഹ് സകാത്തിനെ പറ്റി അടുത്ത ആഴ്ച നമ്മൾ ഖുതുബ പറയും. നിങ്ങൾ സകാത്ത് കൊടുക്കുകയും ചെയ്യുവീൻ. എന്നിട്ടോ നമസ്കരിക്കുന്നവരോടൊപ്പം, അവരോടൊപ്പം അല്ലാഹു പറയാ, കേട്ടോളൂ, വർഖഉ മഅർ റാഖീൻ. സാഷ്ടാംഗം ചെയ്യുന്ന, റുകൂ ചെയ്യുന്ന, നമസ്കരിക്കുന്ന, തലകുനിക്കുന്ന, കുമ്പിടുന്നവരുടെ കൂടെ സംഘങ്ങളായി ചെന്ന് നിങ്ങൾ നമസ്കരിക്കൂ. ഇത് സുന്നത്തിനെ പറ്റിയല്ല, ഫർളിനെ പറ്റിയാണല്ലോ പറയുന്നത്. ഫർളിനെ പറ്റിയാണ് പറയുന്നത്. ജമാഅത്തായി നിസ്കരിക്കാനാണല്ലോ പറയുന്നത്. സംഘം ചേർന്ന് നിസ്കരിക്കാനാണ് പറയുന്നത്, വീട്ടിൽ നിസ്കരിക്കാനല്ല. ഫർള് നിസ്കാരം വീട്ടിൽ പറ്റില്ല. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, സുഫിയാൻ സൗരി, അതുപോലെ പ്രഗൽഭന്മാരായ സഹാബിമാർ പറയാറുണ്ട്,
ഞങ്ങളെങ്ങാനും ഫർള് നിസ്കാരം വീട്ടിൽ വെച്ചായിരുന്നു നമസ്കരിക്കാനല്ല കൽപ്പിച്ചതെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നമസ്കരിക്കുന്നവരായിരുന്നില്ല എന്ന് ജനം പറയുമായിരുന്നു. അത്ര സ്വകാര്യമാകുമായിരുന്നു ഞങ്ങളുടെ നമസ്കാരം. ഞങ്ങൾ ആരെയും കാണിക്കുമായിരുന്നില്ല, അല്ലാഹനെ മാത്രം ഞങ്ങൾ ബോധ്യപ്പെടുത്തുമായിരുന്നു. അപ്പൊ ഫർള് നിസ്കാരം ഞങ്ങൾ ഒരിക്കലും പള്ളിയിൽ നിന്നല്ലാതെ നിർവഹിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മൗലികമായ ശർഈയായ കാരണങ്ങളില്ലാതെ ജമാഅത്ത് തെറ്റിക്കാൻ അവകാശമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്. സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ 4-ാം അധ്യായം, ഇതിനോട് ചേർത്ത് 3-ാം അധ്യായം ഞാൻ പിന്നെ പറയും. 4-ാം അധ്യായത്തിൽ അല്ലാഹു പറയാൻ, യുദ്ധരംഗം, അതിശക്തമായ ആയുധങ്ങളും ഏറ്റുമുട്ടുന്ന രണഭൂമി, യുദ്ധരണാങ്കണം, അവിടെ പോലും നിസ്കാരം ഉപേക്ഷിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? കേരളത്തിൽ ജീവിക്കുന്ന, തിരുവനന്തപുരത്ത് ജീവിക്കുന്ന നമ്മൾ ആലോചിക്കുക. കടകളിൽ, ഹോട്ടലുകളിൽ, ഓഫീസുകളിൽ, വ്യവസായങ്ങളിലൊക്കെ വ്യാപൃതരാകുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിക്ക്, യുദ്ധഭൂമിയിൽ ശക്തമായ യുദ്ധം നടക്കുമ്പോ, ആയുധങ്ങൾ ഏറ്റുമുട്ടുമ്പോ, തലയും അരിഞ്ഞെടുക്കുമ്പോ, അവിടെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന വേദിയിൽ പോലും നിസ്കാരത്തിന് വീഴ്ച വരുത്തരുത് എന്ന് പഠിപ്പിച്ച ഗ്രന്ഥത്തിന്റെ അനുയായികളാണ് നമ്മൾ, അല്ലേ? ആലോചിച്ചിട്ടുണ്ടോ? ചുമ്മാ വെറുതെ ടിവിയുടെ മുമ്പിൽ ഇരിക്കുക, ബാങ്ക് കൊടുത്തൊരു സ്വറ പറയുക, വർത്തമാനം പറഞ്ഞ് ലൈറ്റാക്കുക. വളരെ നേരത്തെ ഈ പള്ളിയിൽ വന്നവർ പോലും ഏറ്റവും പിന്നിൽ ഇരിക്കുന്നുണ്ട്. വളരെ നേരത്തെ ഈ മസ്ജിദിലുള്ളവർ, രാവിലെ മുതലേ ഇവിടെ ഉള്ളവർ, പല കാരണങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. പക്ഷെ സൂക്ഷ്മമായി ഹൃദയത്തോട് ചോദിക്കുക, എനിക്ക് 1-ാമത്തെ സഫിൽ ഇരിക്കാൻ കഴിയുമായിരുന്നില്ലേ? എന്തുകൊണ്ട് ചില ആളുകൾ മാത്രം ഈ 1-ാമത്തെ സഫിൽ എത്തുന്നു? കുറെ കാലങ്ങളായിട്ട് ഇവിടെ കുറെ ആളുകൾ 1-ാമത്തെ സഫിൽ തന്നെ വരുന്നു. എന്തേ ബാക്കിയുള്ളവർ എത്താതെ പോയത്? എന്താ ബാക്കിയുള്ള ആളുകൾ എത്താതെ പോയത്? ആദ്യം തന്നെ വന്നിട്ട് ഈ പരിസര പ്രദേശത്തും ഇതിന്റെ താഴെ മുറ്റത്തും ഇതിന്റെ പരിസരങ്ങളിലും വെറുതെ ഇരുന്ന്, അവിടെ ഇരുന്ന് പത്രം വായിച്ച്, ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ്, ആ കോർണറിൽ ഒരു 3 ആള് നിന്ന്, ഈ കോർണറിൽ 4 ആള് ചർച്ച ചെയ്ത്, എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ മസ്ജിദിന്റെ അങ്കരത്തിൽ വന്ന് ഈ ജാതി പണിക്ക് നിൽക്കുന്നത്? നന്നായി ഒളു ചെയ്ത്, അല്ലേ? നിങ്ങൾ അറിയോ, ഒളു ചെയ്യുക, നന്നായി കയറ്റി കഴുകുക, കൈ ഇവിടെ വരെ കഴുകുക. അവിടെ പ്രകാശപൂരിതമായി മഹ്ശറയിലെത്തുന്ന ഒളുവിന്റെ ഫളായില്, ഒളുവിന്റെ മേന്മ, അതിന്റെ മെച്ചം, അതിന്റെ ഗുണം ആരാത് പഠിച്ചത്? നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകുമ്പോ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ട തോന്നിയാസം അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരും. കണ്ണുകൊണ്ടുള്ള പാപം ഒളുവിന്റെ വെള്ളത്താൽ കഴുകപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആളെ കാണിക്കാൻ ഒളു എടുക്കാൻ കഴിയില്ല. കൈ കഴുകി പോകുമ്പോ കൈ കൊണ്ട് ചെയ്ത തിന്മ ആ വെള്ളത്തോടുകൂടി ഒഴുകിപ്പോകുന്നു. ഓരോ വെള്ളത്തുള്ളി ഉറ്റി വീഴുമ്പോഴും നിങ്ങളുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നു എന്ന നബിയുടെ വാക്ക് എത്ര പേർ സ്വീകരിച്ചിട്ടുണ്ട്? ആലോചിച്ചു നോക്ക്, ചിന്തിച്ചു നോക്ക്. അപ്പൊ ഇവിടെ സൂറത്ത് നിസായിലെ 103-ാമത്തെ വചനം, ആ വചനത്തിൽ പറയാ എന്ത്? യുദ്ധരംഗത്ത് പോലും 2 കൂട്ടരിങ്ങനെ പുറത്തോട് പുറംതിരിഞ്ഞ്, ഇങ്ങനെ നേരെ വിപരീത ദിശയിൽ ഒരു കൂട്ടർ നിസ്കരിക്കും, ഒരു കൂട്ടർ യുദ്ധം ചെയ്യും. 2 റക്അത്ത് നിസ്കരിച്ചു വേഗം അവർ വാള് വാങ്ങി യുദ്ധം ചെയ്യും, മറ്റവർ നമസ്കരിക്കും. എന്നിട്ടല്ല പറയാണെന്ത്? അക്കിമിസ്സലാത്ത, നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണം. അതിൽ നിങ്ങൾ യാതൊരു നിലക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വീഴ്ച വരുത്താൻ പാടില്ല. കാരണം ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം നിർബന്ധമായ, സമയം നിർണയിക്കപ്പെട്ട, എപ്പോഴെങ്കിലും ചെയ്യുന്ന ഇബാദത്ത് എന്നല്ല പറഞ്ഞത്. ഇന്നസ്സലാത്ത, തീർച്ചയായും നമസ്കാരം, കാനത്ത് അലൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ മേൽ എന്താണ് സമയം നിർണയിക്കപ്പെട്ട ഇബാദത്ത. എപ്പോഴെങ്കിലും ചെയ്യേണ്ടതല്ല, ഏതെങ്കിലും സമയത്ത് ചെയ്യേണ്ടതല്ല, തോന്നിയതുപോലെ ചെയ്യേണ്ടതല്ല, ട്രെയിൻ യാത്ര അവസാനിച്ചിട്ട് ചെയ്യേണ്ടതല്ല. ഇന്നത്തെ ട്രെയിനിൽ ആർക്കാ നമസ്കരിച്ചുകൂടാത്തത്? ട്രെയിനിൽ തിരക്കുണ്ടോ? ആളുകളോട് പറ, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, ഈ സീറ്റ്. അവർ സന്തോഷത്തോടെ, എന്റെ ഇന്നോളമുള്ള അനുഭവം അതാണ്, സന്തോഷത്തോടെ അവർ മാറിത്തരും. നമുക്ക് ഇബാദത്ത് ചെയ്യാം, പേപ്പർ ഇട്ടിട്ട് നമസ്കരിക്കാം. അതിന്റെ കോർണർ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ഇബാദത്ത് ചെയ്യാം, ഇരുന്ന് നമസ്കരിക്കാം. കാരണം സൂറത്ത് നിസായിൽ പറയുന്നു, നിന്നും ഇരുന്നും കിടന്നും നമസ്കരിക്കാൻ. ഇനി അതിന് സാധ്യമാകാത്ത രോഗമുണ്ടോ, ശയ്യാവലംബിത്തമുണ്ടോ എങ്കിൽ കണ്ണിന്റെ പോള കൊണ്ടെങ്കിലും അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുന്ന പോലെ, റുകൂയിൽ പോകുന്ന പോലെ, സുജൂദിൽ പോകുന്ന പോലെ കണ്ണിന്റെ പോള കൊണ്ടെങ്കിലും നമസ്കരിക്കാൻ പഠിപ്പിച്ച ഇസ്ലാമിക സമൂഹത്തിന് എന്തെല്ലാം സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും. നമ്മുടെ യുദ്ധത്തിലാണോ? നമ്മുടെ ബദറിലും ഉഹുദിലും ഖാദിസിയിലും ഖന്തക്കിലും ഹുനൈനിലും ഖൈബറിലുമാണോ ഈ തിരുവനന്തപുരത്തിന്റെ ചുറ്റുവട്ടത്ത്? എത്രയെത്ര മസ്ജിദുകളിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് ഷട്ടർ താത്തി യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ